ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തനിക്ക് തന്നിരിക്കുന്ന കത്ത് ആരാണ് തന്നിരിക്കുന്നതെന്ന് അറിയാണ്ട് ശ്രുതി അമ്പലത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നവീൻ ഒരു സന്യാസിയുടെ വേഷത്തിലിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നവീൻ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു ദിവ്യനാണെന്ന് തോന്നുന്ന ശ്രുതിക്ക് തന്നെ ഉണ്ടാവുകയാണ്. ശ്രുതി വേഗം നവീൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ തന്നെ നവീൻ നമ്മുടെ ശ്രുതിയെ നോക്കിയിട്ട് കല്യാണി എന്ന് വിളിക്കുന്ന നേരത്ത് ശ്രുതി ആകെ പരിഭ്രമിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ഒരു ആശ്ചര്യത്തോടു കൂടി തന്നെ ശ്രുതിയെയും അതുപോലെ തന്നെ നവീനെയും നോക്കുന്ന സമയത്ത് നവീൻ പറയുകയാണ്, അല്ല കല്യാണിയെ പോലെ സൗന്ദര്യം ഒഴുകുന്നതാണ് ഇവളെ നിനക്ക് കിട്ടിയത് ഐശ്വര്യമാണ് എന്ന രീതിക്കൊക്കെ നവീൻ സംസാരിക്കുമ്പോഴത്തേക്കും, അതെനിക്കറിയാം സ്വാമി, ഇവളെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രുതിനെ കേട്ടൊന്ന് കുത്തുന്ന രീതിക്കൊക്കെ നവീൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതിക്ക് ഇതൊന്നും തന്നെ മനസ്സിലാകുന്നുമില്ല. നവീൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഒരു കത്തിൻ്റെ പ്രശ്നമായിട്ട് അവൻ വന്നതല്ല, അവനിവിടെ വന്നിരുന്നു, അവൻ എൻ്റെ കയ്യിലൊരു കത്ത് തന്നു, ഈ ഒരു കത്താണ് അതെന്നും പറഞ്ഞുകൊണ്ട് ഈ കത്ത് നമ്മുടെ ശ്രുതിയുടെ കൈകളിലായിട്ട് കൊടുക്കുകയാണ്. ശ്രുതി വേഗം ഒരു പേരോട് കൂടി തന്നെ കത്ത് തുറന്നു നോക്കുന്ന സമയത്ത്, ഞാനിന്ന് ഇവിടെ വന്നിരുന്നു, ഇത് നിനക്കുള്ള ലെറ്ററാണിത്, എൻ്റെ പേര് കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ എൻ്റെ പേര് വികസനത്തിൽ തുടങ്ങി ച പ ക എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പേരാണെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെപ്പാട് ടെൻഷനായിട്ട് വേഗം തന്നെ പൈലിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇത് വെച്ച് എന്തെങ്കിലും പേര് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പൈലിയുടെ വായിൽ അബദ്ധവശാൽ വരുന്ന പേര് സച്ചി എന്നാണ്. പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് തോന്നുന്നു, അതെ സച്ചി തന്നെയാണ്, ഇവൻ തന്നെയാണ് കാരണക്കാരൻ സ്വാമി, ഇവനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയുടെ ഈ ഒരു ഫോട്ടോ നവീനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നവീൻ ആകെ പേടിക്കേണ്ട. കാരണം ഒരു തവണയല്ല 2-3 തവണയായിട്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് തന്നെ നവീനെ കിട്ടിയിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ഇതൊരു നല്ല അവസരമായി കണക്കാക്കിക്കൊണ്ട് സച്ചിക്ക് വേണ്ടിയിട്ടുള്ള പ്രതികാരം വീട്ടാനുള്ള ഒരു അവസരമായി കണക്കാക്കിക്കൊണ്ട് തന്നെ നവീൻ പറയുകയാണ്, ഇവനാണ് ലെറ്റർ കൊണ്ടുവന്ന് തന്നത് എന്ന് പറയുമ്പോഴത്തേക്കും മുന്നും പിന്നെ നോക്കാതെ തന്നെ സച്ചിനെ കാണാനായിട്ട് ശ്രുതി വീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടുവാണ്. ആ ഒരു സമയത്ത് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കണ്ട സന്യാസിമാരെ വാക്ക് കേട്ടുകൊണ്ട് വെറുതെ പുറപ്പെടാൻ നിൽക്കരുത്, ഇപ്പം ഇയാൾ പറഞ്ഞ സത്യമാണോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നുണ്ട്. എന്നാലും അതൊന്നും കേൾക്കാൻ ഉൾക്കൊള്ളാതെ തന്നെ ശ്രുതി ദേഷ്യപ്പെട്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതി പോയതിന് തൊട്ട് പിന്നാലെ തന്നെ ശ്രുതി പോകാനിരിക്കുന്ന സമയത്ത് നവീൻ വേഗം പറയുന്നുണ്ട്, 5 ലക്ഷം രൂപയുടെ കാര്യം നീ മറക്കരുത്, എൻ്റെ കയ്യിൽ ഒരു വലിയൊരു ബോംബ് വെച്ചാണ് ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ ഭീഷണിപ്പെടുത്തുകയാണ്. വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ ശ്രുതി നവീൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചന്ദ്രയോടും അതുപോലെ എല്ലാവരോടും പറയുന്ന സമയത്ത് ചന്ദ്ര അടക്കം എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് രവിയും അതുപോലെ വർഷയും ശ്രീകാന്തും ഒക്കെ തറപ്പിച്ച് പറയുന്നുണ്ട്. കൂടുതൽ തന്നെ രേവതിയും ശ്രുതിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ എതിർത്ത് സംസാരിക്കുക കേട്ടോ. എന്നാൽ രേവതിയുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി പറയുന്നത് ചന്ദ്രയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, നീ നിന്റെ ഭർത്താക്കളും കൂടി ഒരുമിച്ച് ഇവൻ്റെ ഉയർച്ചയെ ഇഷ്ടപ്പെടാതെ തന്നെ പെരുമാറുന്ന കാര്യങ്ങളാണിത്, ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തത്, നിങ്ങളിപ്പോൾ തന്നെ ഈ വീട് വിട്ട് ഇറങ്ങണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി ആദ്യം തന്നെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നാൽ ചന്ദ്ര ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ എൻ്റെ വീടാണിത്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല, ഇത് എനിക്കിവിടെ അവകാശപ്പെട്ട വീടാണ്, നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ ഇറക്കി എന്നും പറഞ്ഞുകൊണ്ട് രേവതി തക്ക മറുപടി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അതിശയിച്ച് നിൽക്കുകയാണ് ചന്ദ്ര. വേഗം തന്നെ ശ്രുതി പറയുകയാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറയേണ്ടത്, പക്ഷേ അതൊന്നും ചെയ്യാതെ ഇങ്ങോട്ട് വന്നത് എൻ്റെ മര്യാദ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് നിന്നോട് ആരാ പറഞ്ഞതെന്ന് രവി ചോദിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, ഇങ്ങനെ സന്യാസി അമ്പലത്തിൽ നിന്നപ്പോൾ ഒരു സന്യാസിയാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, കണ്ട സന്യാസിമാർ പറയുന്നത് കേട്ട് എന്തിനാണ് നീ അനിയനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഒരിക്കലും അങ്ങനെയൊന്നും സച്ചി ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശ്രുതി ഇതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നത്, ഞാൻ അവനെ വിളിക്കട്ടെ, അവനെ വിളിച്ചിട്ട് വേണം രണ്ടെണ്ണം പറയാനായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളായിട്ട് സച്ചേനെ വിളിക്കുമെന്ന് വേണം, ഞാൻ തന്നെ സച്ചേനെ വിളിക്കാമെന്ന് രേവതി പറയുകയാണ്. വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അതെ നീ വിളിച്ചതിന് ശേഷം രണ്ടുപേരും കൂടി ഇതിനെതിരെയായിട്ട് എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്യും, രക്ഷപ്പെട്ടു പോകണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എനിക്ക് രക്ഷപ്പെടാനല്ല, നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സച്ചേൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്, ഈ ഒരു വിവരം നിങ്ങൾ സച്ചേനോട് വിളിച്ചു പറഞ്ഞാൽ തീർച്ചയായിട്ടും വരുമ്പോഴേ ഇപ്പോൾ ഈ കത്തിൽ കണ്ടില്ലേ നിങ്ങളുടെ മോനെ മരണമായിരിക്കുമെന്ന്, അത് തന്നെ ഇവിടെ സംഭവിക്കുമെന്ന് രേവതി പറയുകയാണ്. അതിനുശേഷം സച്ചിനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കാണ്ട് പോകാണ്ടോ. ഇതേ സമയം തന്നെ ശ്രുതി ആകട്ടെ പൈലിയോടായിട്ട് പറയുന്നുണ്ട്, എന്നെ ആര് എന്ത് ചെയ്യാൻ വന്നാലും നീ മുന്നും പിന്നും നോക്കരുത്, അവൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ വരവിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ ഇത്രയുമാണ് എപ്പിസോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.